നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഈശോ ചെന്ന് ഉയർപ്പിച്ചു. അടുത്ത സീനിൽ നമ്മൾ ഒരമ്മയുടെ മടിത്തട്ടിൽ ഒരു മകൻ, ഒരു വിധവയായ അമ്മയുടെ മടിത്തട്ടിൽ ഒരു മകൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെയാണ് ഉയർപ്പിച്ചത്. ഇവിടെ കാൽവരിയിൽ ഒരമ്മ, അവൾ വിധവയാണ്. ആ അമ്മയുടെ മടിത്തട്ടിൽ ഇപ്പോൾ മരിച്ചു കിടക്കുന്നത് വിധവയുടെ മകനെ ഉയർപ്പിച്ചവനാണ്. അവൻ ആ മരിച്ച മകന് പകരക്കാരനായി. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയിൽ ഈശോ പലയാവർത്തി വീഴുന്നത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഈശോയെ ആരാണ് തള്ളിയിടുന്നത്? ഒരർത്ഥത്തിൽ പിശാച് തള്ളിയിടുന്നു എന്ന് പറയാം. ഒരർത്ഥത്തിൽ നമ്മൾ വചനത്തിൽ പിശാച് തള്ളിയിട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവന്റെ പിതാവ് വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഈ മകനെ പിശാച് പല പ്രാവശ്യം തീയിലും വെള്ളത്തിലും ഒക്കെ തള്ളിയിടുന്നു. ഇല്ലേ? ഈശോ എന്ത് ചെയ്യുന്നു? അവനിലുള്ള പിശാചിനെ പുറത്താക്കുന്നു. അവൻ സുഖം പ്രാപിക്കുന്നു. പിന്നെ ഒരിക്കലും പിശാചിന് അവനെ തള്ളിയിടാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ സീൻ മാറുമ്പോ കുരിശിന്റെ വഴിയിൽ ഈശോ പല പ്രാവശ്യം തള്ളി വീഴ്ത്തപ്പെടുകയാണ്, കമന്നടിച്ചു വീഴുകയാണ്, മുഖം കൊത്തി വീഴുകയാണ്, മുഖം പൊട്ടി വീഴുകയാണ്. അവൻ ആകെ ഉരുണ്ട് വീഴുകയാണ്. അവനെ ആര് തള്ളിയിടുകയാണ്? എനിക്ക് പകരം, നിനക്ക് പകരം, നിന്നെ ഇനി പിശാച് തള്ളി വീഴ്ത്താതിരിക്കാൻ നിനക്ക് പകരം അവൻ മോചനദ്രവ്യമാകുകയാണ്. ഈശോ അന്ധനെ സുഖപ്പെടുത്തി, അന്ധർക്ക് അവൻ സൗഖ്യം നൽകി. പക്ഷേ ഈശോ കുരിശിൽ കിടക്കുമ്പോ കണ്ണിലൂടെ ചോരയൊഴുകി, കണ്ണ് കാണാൻ പറ്റാത്തവനായി, കണ്ണ് മൂടിക്കെട്ടിയവനായി. പീഡാസഹനത്തിൽ അങ്ങനെ ഒരു സീനുണ്ട്. ഈശോയുടെ കണ്ണ് അവർ മൂടിക്കെട്ടിയിട്ട് അവന്റെ അടിച്ചിട്ട് പറഞ്ഞു, പ്രവചിക്കുക, നിന്നെ ആരാണ് അടിച്ചതെന്ന് പറയുക. ആരുടെ കണ്ണാണ് അവർ മൂടിക്കെട്ടിയത്? കണ്ണ് കൊടുത്തവന്റെ കണ്ണ്, അന്ധന് കാഴ്ച കൊടുത്തവന്റെ കണ്ണ് അവർ മൂടിക്കെട്ടിന്നേ കാരനാവുകയാണ്. അവൻ മോചനദ്രവ്യമായി മാറുകയാണ്. എന്തിനു വേണ്ടി? എല്ലാവരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് എല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറാൻ